ചില പ്രശ്നം എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിലെ അന്ത്യത്താഴ വേളയിലെ രംഗങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ ഈശോ ഈ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ഈശോ അവരോട് പറയുകയാണ്, നിങ്ങളും ഇപ്രകാരം ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകി. എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി എളിമയുടെ മാതൃകയായിട്ടുള്ള ഒരു ഗുരു. ഇന്നത്തെ ലേഖനഭാഗത്തിലെ പൗലോസ്ലിയ റോമക്കാർക്ക് ഇത് ലേഖനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതിൽ പൗലോസ്ലിയ പറയുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർത്തിക്കണം, ഔദത്യം വെടിഞ്ഞ എല്ലാവരും എളിമയോടെ പ്രവർത്തിക്കണം, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നന്മ ചെയ്യണം എന്നൊക്കെ പറയുകയാണ്. തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ എന്നൊക്കെ പൗലോസ്ലിയ പറയുകയാണ്. ചുരുക്കം പറഞ്ഞാൽ നമ്മളെല്ലാവരും പരസ്പരം സ്നേഹത്തില് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പരസ്പരം എളിമയോട് ഔദത്യമൊക്കെ വെടിഞ്ഞ് എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചൊക്കെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇന്നത്തെ വചനം നമ്മോട് ആവശ്യപ്പെടുന്നു. നമ്മൾ ഇന്നത്തെ വചനഭാഗങ്ങൾ വായിച്ചു കഴിയുമ്പോൾ എളിമയോടെ സ്നേഹത്തോടെ ജീവിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി